സിനോജ് തോമസ്, ഗുഡ് ഈവനിങ്. UDF ക്യാമ്പിൽ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു, 3-on-3 അതായിരുന്നു അവരുടെ ഒരു ഹോപ്പ്. പക്ഷേ ചേലക്കരയിൽ വലിയ തിരിച്ചടി നേരിട്ടതിന്റെ ഒരു ആഘാതത്തിലായിരിക്കും. പ്രത്യേകിച്ചും രമ്യ ഹരിദാസിന് വ്യക്തിപരമായി നേരിട്ട തിരിച്ചടിയിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വീണ്ടും അടുത്ത നിയമസഭയിലേക്ക് വരുമ്പോഴും അവർക്ക് തോൽവി നേരിടേണ്ടി വരുന്നു. സംഘടനാ തലത്തിലൊക്കെ വലിയ രീതിയിൽ പ്രതിരോധം തീർത്തതാണ്, സർക്കാരിനെതിരായ വിഷയങ്ങൾ ധാരാളം ഉയർത്തിയതാണ്. പിന്നെ എവിടെയാണ് UDFന് പിഴച്ചത്? എന്താണ് അവരുടെ വിലയിരുത്തൽ ഈ തോൽവിയെക്കുറിച്ച്? സുജിയ, ഗുഡ് മോർണിംഗ്. അതായത് ചേലക്കരയിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തിയെന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. 2021 ഭൂരിപക്ഷം LDFന്റെ ഭൂരിപക്ഷം കുറച്ചു. ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞത്. ക്ഷമിക്കണം, അത് ഗുഡ് ഈവനിങ്. അതായത് പുലർച്ചെ 3. അതെ, ഗുഡ് ഈവനിങ്. അതായത് UDFന് പലതരത്തിൽ പറഞ്ഞ് ന്യായീകരിക്കാം, വിശദീകരിക്കാം, ആശ്വസിക്കാം. ഈ ചേലക്കര LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അതോടൊപ്പം തന്നെ 2021 ഭൂരിപക്ഷം കുറച്ചു തുടങ്ങിയ ന്യായീകരണങ്ങൾ പറയാമെങ്കിലും LDFന് ഈ ഒരൊറ്റ വിജയം മാത്രം മതി സംസ്ഥാനത്ത് ഭരണവർഷ വിരുദ്ധ തരംഗമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ആയുധമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ UDF അത് വിശദമായി തന്നെ പഠിക്കുകയാണ് എന്താണ് ചേലക്കരയിൽ സംഭവിച്ചതെന്ന്. കാരണം ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ UDFന്റെ മുതിർന്ന നേതാക്കളാണ് ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. ബൂത്ത് തലത്തിൽ തന്നെ നേതൃത്വം നൽകുകയും യോഗങ്ങൾ വിളിക്കുകയും കുടുംബയോഗങ്ങൾ നടത്തുകയൊക്കെ തന്നെ ചേലക്കരയിൽ ചെയ്തിരുന്നു. എല്ലാ തർക്കങ്ങളും തുടക്കത്തിൽ തന്നെ പരിഹരിച്ചിരുന്നു. തുടക്കഘട്ടത്തിൽ LDF പോലും ആശങ്കപ്പെട്ടതാണ് UDFന്റെ ഈ രീതിയിലുള്ള പ്രചാരണം കണ്ടിട്ട്. അതായത് പഴുതടച്ചുള്ള ഒരു പ്രചാരണമാണ് UDF നടത്തിയത്. സർക്കാരിനെതിരെ കിട്ടിയ ഒരു സുവർണ അവസരം, ഭരണവിരുദ്ധ തരംഗമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ രീതിയിലായിരുന്നു പ്രചാരണം. ഓരോ വിഷയങ്ങളും ആയുധമാക്കിയെടുത്തുകൊണ്ടാണ് ചേലക്കരയിൽ പ്രചാരണം നടത്തിയത്. പക്ഷേ ചേലക്കരയുടെ ഇടത് മനസ്സിളക്കാൻ ആ പ്രചാരണങ്ങൾക്കൊന്നും തന്നെ ആയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കഴിഞ്ഞ 7 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ നിന്ന് K രാധാകൃഷ്ണൻ ലഭിച്ചത് 5000-ൽ പരം വോട്ടുകളാണ്. അങ്ങനെ ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ ആ വോട്ടുകൾ കുറയേണ്ടതാണ്. പക്ഷേ അങ്ങനെ കുറഞ്ഞില്ല. അതിൻ്റെ ഇരട്ടിയിലധികം വോട്ടുകളാണ് UR പ്രദീപിന് ലഭിച്ചിരിക്കുന്നത്. അതായത് UDF നടത്തിയ ക്യാമ്പയിൻ ഒന്നും തന്നെ ചേലക്കരയുടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 2019 രമ്യ ഹരിദാസ് ആലത്തൂരിൽ നിന്ന് മത്സരിച്ച സമയത്ത് ചേലക്കര മണ്ഡലം രമ്യ ഹരിദാസിനൊപ്പം നിന്നതാണ്. പക്ഷേ അത് അന്ന് UDF തരംഗമായിരുന്നു കേരളത്തിൽ എങ്ങും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ തരംഗം ഇനി ഏക്കില്ല എന്നാണ് ചേലക്കര ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകൾ രമ്യ ഹരിദാസിനൊപ്പം നിന്നെങ്കിലും ആ പഞ്ചായത്തുകൾ ഇക്കുറി രമ്യ ഹരിദാസിനെ തുണച്ചില്ല. എല്ലാ പഞ്ചായത്തുകളും ഒപ്പം നിന്നത് പ്രദീപിൻ്റെ ഒപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെ UDFന് അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അല്ലെങ്കിൽ പ്രചാരണങ്ങൾ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവർ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി UDFന് സാധിച്ചിട്ടില്ല. അത് പരിശോധിക്കേണ്ടതാണ്. ഒപ്പം തന്നെ UDF ക്യാമ്പിൽ നിന്ന സുധീറിനെയാണ് PV അൻവർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുപോയത്. ഇടത് നേതൃത്വം ഇന്നും പറയുന്നു അവരുടെ വോട്ടുകളൊന്നും തന്നെ PV അൻവർ കൊണ്ടുപോയിട്ടില്ല. പിണറായി വിജയനെതിരെയാണ് PV അൻവർ LDFിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ചേലക്കരയിൽ PV അൻവർ പിടിച്ചെടുത്തത് കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ജേസൺ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് വോട്ടുകൾ പോയിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ടുകൾ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല? ഇനി സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാളിച്ചകൾ ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വരും മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. 26-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് തന്നെ നേതാക്കളൊക്കെ തന്നെ ഇടത് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ വീണ്ടും ഒരു 3ാം വട്ടം അധികാരത്തിലേക്ക് പോകാനുള്ള സൂചനകളാണ് ചേലക്കര നൽകിയിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ 3.0 എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക UDFന്റെ കടമയായി മാറിയിരിക്കുന്നു. ഏതായാലും ഇന്ന് തന്നെ KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ വേണ്ടി രമ്യ ഹരിദാസ് നേരെ തന്നെ ചേലക്കരയിൽ നിന്ന് പാലക്കാടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സുജയ.